അപ്പൊ നാളെ എത്ര നേരം ഉണ്ടാവോ പള്ളിയിലത്തെ പരിപാടികള്? നാളെ ദുഃഖ വെള്ളിയാഴ്ചലടാ, ഏതാണ്ട് ഇത്രയൊക്കെ സമയം കാണും. ഇന്നത്തെ കഴിഞ്ഞു. ആര് പറഞ്ഞു ഇന്നത്തെ കഴിഞ്ഞെന്ന്? ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞിട്ടൊന്നുമില്ല, ഇനിയുണ്ട് പരിപാടികൾ. പള്ളിയിലല്ല, വീട്ടില്. വീട്ടിലെന്തൊരു പരിപാടി? അതൊക്കെ ഉണ്ട്. താലത്തിൽ വെള്ളമെടുത്തു, വെൺകച്ചയുമരയിൽ ചുറ്റി, മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി, പാദങ്ങൾ കഴുകി. എടാ, നമ്മുടെ കർത്താവേ എളിമ എന്ന പുണ്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയത്. ഓരോ പെസഹ വ്യാഴാഴ്ചയും കുടുംബനാഥൻ തൻ്റെ കുടുംബത്തിലെ ബാക്കി എല്ലാവരുടെയും കാല് കഴുകുമ്പോൾ ഈ എളിമ എന്ന പുണ്യമാണ് സ്വന്തമാക്കണം. നമ്മുടെയൊക്കെ കുടുംബത്തിലെ ആരൊക്കെ തോറ്റു കൊടുക്കുന്നുണ്ടോ, ചെറുതാകുന്നുണ്ടോ, അവർക്കൊക്കെ ഈ കാല് കഴുകിയ കർത്താവിൻ്റെ മുഖാട്ട. കഴുകി. അപ്പ ഇനി വേറെ വല്ല പരിപാടി ഉണ്ടോ? ഇനി ഒരു പരിപാടിയും കൂടി ഉണ്ട്. കുരിശോളമെത്തുന്ന സ്നേഹം, ബലിയായി തീരുന്ന സ്നേഹം. കർത്താവേ, തൻ്റെ ശരീരവും രക്തവും നമുക്കൊക്കെ വേണ്ടി പങ്കുവെച്ച് നൽകിയതിൻ്റെ ഓർമ്മയാണ് പെസഹ. ഓരോ കുടുംബനാഥനും തൻ്റെ ജീവിതം മുഴുവൻ ആ കുടുംബത്തിന് വേണ്ടി പങ്കുവെച്ച് നൽകുന്നതിൻ്റെ ഓർമ്മയാണ് ഈ അപ്പം മുറിക്കല്. അപ്പ ഇത്രയും കാലമായിട്ട് നമ്മുടെ വീട്ടില് ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. നമ്മുടെ വീട്ടിൽ കണ്ടിട്ടില്ല, പക്ഷേ എല്ലാ ക്രിസ്ത്യാനികളുടെയും വീട്ടിൽ പെസഹ വ്യാഴാഴ്ച ഈ കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇനി മുതൽ എല്ലാ വർഷവും നമ്മുടെ വീട്ടിൽ പെസഹ വ്യാഴാഴ്ച കാലുകഴുകൽ ശുശ്രൂഷയും അപ്പം മുറിക്കൽ ശുശ്രൂഷയും ഉണ്ടായിരിക്കും. നിങ്ങളുടെ വീട്ടിലും ഇത് ചെയ്യില്ലേ?